ഉൽപ്പത്തി 10. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് എന്നിവരുടെ വംശപാരമ്പര്യമാവിത്. ജലപ്രളയത്തിനു ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബൽ, മേശക്, തീരാസ്. ഗോമേറിന്റെ പുത്രന്മാർ അസ്കനാസ്, രീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ എലീഷ, തർഷീഷ്, കിത്തീം, ദോദാനീം. ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതതു ദേശത്തിൽ ഭാഷയായും ജാതിയായും കുലം കുലമായും പിരിഞ്ഞു. ഹാമിന്റെ പുത്രന്മാർ കൂഷ്, മിസ്രയീം, പൂത്ത്, കനാൻ. കൂഷിന്റെ പുത്രന്മാർ സെബ, ഹവീല, സപ്ത, രമ, സപ്തേക്ക. രമയുടെ പുത്രന്മാർ ശെബയും ദദാനും. കൂഷ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്നു പഴഞ്ചൊല്ലായി. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ, യേരക്, അക്കാദ്, കൽനെ എന്നിവ ആയിരുന്നു. ആ ദേശത്തു നിന്ന് അശൂർ പുറപ്പെട്ട് നിനവെ, രഹോബത്ത് പട്ടണം, കാലഹ്, നിനവേക്കും കാലഹിനും മധ്യേ മഹാനഗരമായ രേസൻ എന്നിവ പണിതു. മിസ്രയീമോ ലൂദീം, അനാമീം, ലഹാബീം, നഫ്തൂഹീം, പത്രൂസീം, കസ്ലൂഹീം. ഇവരിൽ നിന്ന് ഫെലിസ്തീർ ഉത്ഭവിച്ചു. കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു. കനാൻ തന്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, എബൂസ്യൻ, അമോര്യൻ, ഗിർഗശ്യൻ, ഹിവ്യൻ, അർക്യൻ, സീന്യൻ, അർവാദ്യൻ, സെമാര്യൻ, ഹമാത്യൻ എന്നിവരെ ജനിപ്പിച്ചു. പിന്നീട് കനാന്യ വംശങ്ങൾ പരന്നു. കനാന്യരുടെ അതിർ സീദോൻ തുടങ്ങി ഗെരാർ വഴിയായി ഗസ വരെയും, സെദോമും ഗൊമോരയും ആത്മയും സെബോയീമും വഴിയായി ലാശ വരെയും ആയിരുന്നു. ഇവർ അതതു ദേശത്തിൽ ജാതിയായും കുലം കുലമായും ഭാഷയായും ഹാമിന്റെ പുത്രന്മാർ. ഏബെരിന്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫത്തിന്റെ ജ്യേഷ്ഠനുമായ ഷേമിനും പുത്രന്മാർ ജനിച്ചു. ഷേമിന്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പക്ഷാദ്, ലൂദ്, അരാം. അരാമിന്റെ പുത്രന്മാർ ഊസ്, ഹൂൾ, ഗേദർ, മഷ്. അർപ്പക്ഷാദ് ഷാലഹിനെ ജനിപ്പിച്ചു. ഷാലഹ് ഏബെറിനെ ജനിപ്പിച്ചു. ഏബെറിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലഗ് എന്നു പേർ. അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. അവന്റെ സഹോദരന് യൊക്താൻ എന്നു പേർ. യൊക്താനോ അൽമോദാദ്, ഷലേഹ്, ഹസർമാവത്ത്, യാരഹ്, ഹദോര, ഊസാൽ, ദിക്ല, ഓബാൽ, അബിമയൽ, ഷെബ, ഓഫീർ, ഹവീല, യോബാബ് എന്നിവരെ ജനിപ്പിച്ചു. ഇവർ എല്ലാവരും യൊക്താന്റെ പുത്രന്മാരായിരുന്നു. അവരുടെ വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻ മലയായ സെഫാർ വരെ ആയിരുന്നു. ഇവർ അതത് ദേശത്തിൽ ജാതിയായും കുലം കുലമായും ഭാഷയായും ഷേമിന്റെ പുത്രന്മാർ. ഇവർ തന്നെ ജാതിയായും കുലം കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ. അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിന്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയത്.